പത്തനംതിട്ടയിൽ 1200-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പൊതുവിദ്യാലയത്തിന് മുന്നിലെ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു കളയണമെന്ന ആവശ്യവുമായി സ്കൂൾ അധികൃതരും നാട്ടുകാരും. വെയിറ്റിംഗ് ഷെഡിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം ഒരു കെട്ടിടത്തിലെ അധ്യയനം മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറ്റേണ്ടി വന്നതാണ് പരാതി. വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചു മാറ്റാൻ പൊതുമരാമത്ത് വകുപ്പ് അനുമതി നൽകിയെങ്കിലും അറ്റകുറ്റപ്പണി നടത്തി നിലനിർത്താനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. മൂന്നോ നാലോ കമ്പികളിൽ തൂങ്ങിയാടുകയാണ് വെയിറ്റിംഗ് ഷെഡിന്റെ മുൻവശത്തെ കോൺക്രീറ്റ് പാളികൾ. 1200ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന പത്തനംതിട്ട അങ്ങാടിക്കൽ SNV ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്താണ് ഈ വെയിറ്റിംഗ് ഷെഡ്. 35 വർഷത്തോളം പഴക്കമുണ്ട്. വെയിറ്റിംഗ് ഷെഡിന്റെ ആവശ്യം നിലവിൽ ഇവിടെ ഇല്ലെന്ന് സ്കൂൾ മാനേജർ രാജൻ ഡി ബോസ് പറയുന്നു. കോൺക്രീറ്റ് ബ്ലോക്കുകൾ കട്ടകളായി തൂങ്ങി കമ്പികളിൽ നിൽക്കുന്ന അവസ്ഥയായിരുന്നു. കുറേയൊക്കെ രക്ഷകർത്താക്കൾ ഞങ്ങൾ സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി ഞങ്ങളൊക്കെ കുറേ ഒടിച്ചു മാറ്റി അതുകൊണ്ട് വലിയ അപകടങ്ങളുണ്ടായി. അപ്പോൾ നിരവധി തവണ പഞ്ചായത്തിനെ സമീപിച്ച് ഇത് ഒന്ന് ഇളക്കി മാറ്റി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ അയച്ചു. വെയിറ്റിംഗ് ഷെഡിൽ പകൽ പോലും സാമൂഹ്യ വിരുദ്ധ ശല്യമാണെന്ന് PTA പ്രതിനിധി റെജി പറഞ്ഞു. കുട്ടികൾ ഇതുവഴി ഒന്നുകിൽ നടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധർ ഇവിടെ വന്നിരുന്നിട്ട് കുട്ടികളെ കമൻ്റ് അടിക്കുക, പ്രത്യേകിച്ച് ഗേൾസിനെയൊക്കെ കമൻ്റ് അടിക്കുക, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപക്ഷേ കുട്ടികൾ ഇങ്ങനൊരു സാധനം കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അവിടെ ഇരിക്കാം എന്ന് ഇരിക്കുമ്പോഴാണ് ഇത് പൊളിഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും അപകടം പറ്റിക്കഴിഞ്ഞാൽ സ്കൂളിനെയാണ് ബാധിക്കുന്നത്. സാമൂഹ്യ വിരുദ്ധ ശല്യം മൂലം വെയിറ്റിംഗ് ഷെഡിന് എതിർവശത്തുള്ള സ്കൂൾ കെട്ടിടത്തിൽ നിന്നും അധ്യയനം മാറ്റേണ്ടി വന്നു. ഈ എതിർവശത്തുള്ള സ്കൂളിൽ ക്ലാസ് ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണം വെച്ചാൽ നമ്മുടെ ഈ വെയിറ്റിംഗ് ഷെഡിൽ സാമൂഹ്യ വിരുദ്ധ ശല്യത്തിൻ്റെ കൂടുതൽ കൊണ്ടാണ്. സ്കൂളിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെന്ന് അവരോട് പറഞ്ഞാൽ ഞങ്ങൾ വെയിറ്റിംഗ് ഷെഡിലാണ് ഇരിക്കുന്നത്, ഈ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുന്ന ആളുകൾ ഇരിക്കാൻ പറ്റത്തില്ല, പഞ്ചായത്ത് നിർമ്മിച്ച് തന്ന വെയിറ്റിംഗ് ഇരിക്കാനില്ലയോ എന്നുള്ള ആധികാരികമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഉണ്ടാകുന്നത്. വെയിറ്റിംഗ് ഷെഡ് കുട്ടികൾക്ക് ഭീഷണിയാണെന്ന് സൂചിപ്പിച്ച് സ്കൂൾ അധികൃതർ കളക്ടർക്ക് പരാതി സമർപ്പിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, പത്തനംതിട്ട.